കളരിക്കൽ കുടുംബം ഉദയനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടത്താൻ ഉദയനറിയാം. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോ, ഇല്ലെങ്കിലേ പിടിച്ചാൻ കേരളത്തെ പുറത്തുണ്ടാക്കും. നല്ല ഉത്തരവാദിത്തമുള്ള ഒരു അമ്മാവനാ പറയുന്നു, നവീന്റെ അമ്മാവൻ. അങ്ങനെ എന്തേലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാല് എന്നെ അമ്മയും തല്ലി ഓടിക്കാൻ അവരതൊരു കാരണാക്കും. തൽക്കാലം അതിനൊന്നും പോയിട്ടൊരു കാര്യമില്ല. കട നമുക്ക് വേറെ നോക്കാം. അനിയൻ സാറിന്റെ സ്വത്തല്ലേ അവര് തട്ടിപ്പറിച്ചത്. ഈ നാട് മുഴുവൻ അവരുടേതല്ലോ. കച്ചവടം ചെയ്യാതെ പറ്റില്ല മോളിക്കുട്ടി. കടയില്ലെങ്കില് നടന്നിട്ടായാലും ലോട്ടറി വിൽക്കണം. നിനക്ക് ആ ചങ്കൂറ്റം ഉണ്ടോ? ഉണ്ട്. എങ്ങനെയും പിടിച്ചു നിൽക്കണ്ടേ? എന്നാലേ നീ വണ്ടി കയറ്, നമുക്ക് ഇപ്പൊ ടിക്കറ്റ് എടുക്കാം. അയ്യോ, അമ്മ അറിയുമ്പോഴേ വല്ലാത്ത സങ്കടാവും. അമ്മയുടെ സങ്കടമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നീ ഒരു ഇത്തിരി ചങ്കൂറ്റം കാണിച്ചാ മതി. എനിക്കിനി ഒന്നും നോക്കാനില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എന്റെ അച്ഛനെ പുറത്തിറക്കണം. അച്ഛൻ വരണം മോളിക്കുട്ടി. നീയേ വണ്ടി കയറ്. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് വരാം. വഴിയിൽ നടക്കുന്നതിനെ തടയാൻ മൂർത്തിയുടെ ആളുകൾ വന്നാ പിന്നൊന്നും നോക്കാനില്ല. ഒരു പിച്ചാത്തി എടുത്ത് പൊള്ളക്ക് കയറ്റിയിട്ടാണെങ്കിലും തീർക്കണം അവനെ. നീ വാ, കേറ്. എന്തു പറ്റി മാം? അറിയില്ല സിനി, എല്ലാവരുടെയും മുന്നിലേക്ക് കയറി ചെല്ലാനൊരു ബുദ്ധിമുട്ട് പോലെ. തിരിച്ചു പോയാലോ? ഏയ്, അതൊരിക്കലും പറ്റില്ല. ആരുടെ കാല് പിടിച്ചിട്ടായാലും എങ്ങനെ യാചിക്കേണ്ടി വന്നാലും ഈ പ്രശ്നം പരിഹരിക്കാതെ തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. എന്നത്തെ പോലെ മമ്മി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുക എൻ്റെ ഗാഥമോള്. നവീനെ നഷ്ടപ്പെടുമെന്ന് അവൾക്ക് തോന്നിയാൽ ഒരുപക്ഷെ അവള് പറഞ്ഞ പോലെ എല്ലാവരെയും തോൽപ്പിച്ച് അവൾ ജീവനൊടുക്കും. എൻ്റെ മോൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ? എന്തിനും തയ്യാറായിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. എന്ത് ആക്ഷേപം കേട്ടാലും അത് സാരമില്ല. ഒരമ്മയുടെ ചുമതലകളിൽ ഇതുകൂടെ ഉണ്ടെന്ന് ഞാൻ കരുതും. അതെ, എന്തിനും തയ്യാറായിട്ടാണ് സിതാര വന്നിരിക്കുന്നത്. സിതാരെ പോലെ ഒരാള് ഇവിടെയുള്ളവരുടെ കാല് പിടിച്ച് കരഞ്ഞ എല്ലാവരുടെയും മനസ്സിലാവും. ഉദേട്ടാ, അതൊരു കാരണവശാലും നടക്കരുത്. സിത്താര ഇവിടെയുള്ള ആരെ ഇപ്പൊ കാണാൻ പാടില്ല. വന്ന വഴിക്ക് അവിടെ തിരിച്ചു പോണം. അതിന് എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അതിനിപ്പോ എന്താ മാർഗം? എന്റെ ദൈവമേ, ഈ നേരത്തെ ഞങ്ങൾക്കൊരു ക്ഷാമം ഉണ്ടാക്കുന്നു. യോ, ഒരു ഇത്തിരി കുരുട്ടുബുദ്ധി താ. എന്ത് ചെയ്യും? നിർമ്മലേ, എന്താ ചേട്ടാ? തെളിഞ്ഞു നിർമ്മലേ, തെളിഞ്ഞ്. നന്ദഗോപൻ സർ, ഇനിയിപ്പോ ഞാനിരിക്കേണ്ട കാര്യമില്ലല്ലോ. നയനെ പോകാൻ വരട്ടെ. എനിക്കിതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അത് സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അയാൾ വളരെ സ്ട്രോങ് ആ. അവന്റെ മനസ്സിലെ അസ്വസ്ഥതയാണ് അതിന് കാരണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി അവനോട് സംസാരിക്കാം. നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. നന്ദൻ സർ, നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ എനിക്ക് ഉപേക്ഷ വിചാരിക്കാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ നിലയിലാണെങ്കിൽ ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ലാന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. എന്തായാലും ഊണ് കഴിച്ചിട്ട് പോകാം. അതിലിടയ്ക്ക് നമുക്ക് അവനോട് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. എന്താ മാം, എന്താ നിന്നത്? സിനി, അകത്ത് വേറെ ആളുകളുണ്ട്.
നവീന്റെ അച്ഛന്റെ കൂടെ അകത്തേക്ക് കയറിപ്പോയത് അഡ്വക്കേറ്റ് നയന. അഡ്വക്കേറ്റോ? അതെ സിനി, ഡിവോഴ്സ് കേസുകളുടെ സ്പെഷ്യലിസ്റ്റ് എന്നാ അവരറിയപ്പെടുന്നത് തന്നെ. അപ്പോ തീരുമാനങ്ങൾ അവരെ എടുത്തു കഴിഞ്ഞോ? എനിക്കറിയില്ല. വാ. എങ്ങോട്ടാ? എനിക്ക് നവീനെ ഒന്ന് കാണണം. അതെ, അകത്തെ കുറച്ച് ആളുകളുണ്ട്. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് തീരുമാനം എടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ നവീനെ കാണാൻ പറ്റില്ല. എനിക്ക് നവീനോടും അയാളുടെ പേരൻസിനോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ, എന്താണ് സംസാരിക്കാനുള്ളത്? അത് ഉദയൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ അറിയേണ്ട കാര്യമുണ്ട്. സിത്താരയെ തിരിച്ചയക്കാൻ അവരെല്ലാരും കൂടി എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയൊന്നും ആരും പറയില്ല. മാമിന് ഇവിടെ വരാനും പോകാനുള്ള അവകാശമുണ്ട്. എന്തവകാശം? ഗാഥ ഈ വീട്ടിലെ മരുമകളാണെന്നുള്ള അവകാശമല്ലേ? ആ അവകാശം ഇനി വേണ്ടെന്ന ഈ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ തീരുമാനം. സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്ക്. നവീൻ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പറാ. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായില്ലേ? നവീൻ ഒപ്പിട്ടിരിക്കുന്നത് കണ്ടല്ലോ. ഗാഥ എന്നുള്ള ഒന്ന് ഇനി നവീന്റെ ജീവിതത്തിൽ ഇല്ല. മനസ്സിലായല്ലോ? അങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. എനിക്ക് നവീനെ കണ്ടേ പറ്റൂ, സംസാരിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു, അകത്ത് വളരെ പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായി ബോധ്യപ്പെട്ടതിനു ശേഷമാണ് നവീൻ ഈ പേപ്പറിൽ ഒപ്പിട്ടത്. ഇത്രയും കാലം അമ്മയും മോളൂടെ കളിച്ച കള്ളക്കളികളും നിങ്ങൾ കളരിക്കൽ കുടുംബത്തിനെ പറ്റിച്ചതുമെല്ലാം ഇവിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സിതാര പോവാൻ നോക്ക്. പറ്റില്ല, ഞാൻ സംസാരിച്ചിട്ടേ പോവൂ. സിതാരെ, കളരിക്കൽ കുടുംബം ഉദയനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടത്താൻ ഉദയൻ അറിയാം. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോ, ഇല്ലെങ്കിലേ പിടിച്ചാൻ കേരളത്തെ പുറത്തുണ്ടാക്കും. നല്ല ഉത്തരവാദിത്തമുള്ള ഒരു അമ്മാവനാ പറയുന്നു, നവീന്റെ അമ്മാവൻ. ഇറങ്ങിപ്പോകാനടി പറഞ്ഞത്. നാണം കെട്ട് ഇവിടെ നിന്ന് ഇറങ്ങണ്ടെങ്കിൽ ഇറങ്ങിപ്പോ സിതാരെ, പോ.